ഒരുപാട് സ്വത്തില്ലെങ്കിലും പരമാർത്ഥതയുള്ള ജീവിതമാകുന്നുവെങ്കിൽ അത് ഏറ്റവും വലിയ അനുഗ്രഹമാകുന്നു. മനസ്സിലിരിപ്പൊന്നും പറയുന്നതും പ്രവർത്തിക്കുന്നതും മറ്റൊന്നും ആകുന്നുവെങ്കിൽ അത് ഭോഷൻ്റെ ലക്ഷണമാകുന്നു. അതൊരിക്കലും നന്മയാകുകയില്ല. ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പരിജ്ഞാനത്താൽ നിറയപ്പെട്ട ദൈവവചനങ്ങളാകുന്നു നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവയെക്കൊണ്ട് തൻ്റെ ഹൃദയത്തെ നിറയ്ക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാകുന്നു. യെശയ്യാവ് 55-ാം അധ്യായം 1-2 വചനങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ, വെള്ളത്തിനു വരുവീൻ, വന്ന് വാങ്ങി തിന്നുകൊള്ളുവീൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ. അപ്പമില്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരാത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചിലവിടുന്നത് എന്തിന്? എൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് നന്മ അനുഭവിപ്പീൻ. പുഷ്ടഭോജനവും കഴിച്ച് മോദിച്ചു കൊള്ളുവീൻ. നിങ്ങൾ ചെവി ചായ്ച്ച് എൻ്റെ അടുക്കൽ വരുവീൻ. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവീൻ. ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനുള്ള ആലോചനകളിൽ കൂടിയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സദൃശവാക്യങ്ങൾ 19-ാം അധ്യായത്തിലേക്ക് ഇന്ന് നമുക്ക് പ്രവേശിക്കാം. പരമാർത്ഥതയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുവാൻ സഹായിക്കുന്ന ഒരു അധ്യായമാണ് സദൃശവാക്യങ്ങൾ 19-ാം അധ്യായം. നാം സദൃശവാക്യങ്ങൾ 18-ാം അധ്യായം വരെ പഠിച്ചു കഴിഞ്ഞല്ലോ. ഇന്ന് 19-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ച് ആദ്യത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. വികടാധരം ഉള്ള മൂഢനേക്കാൾ പരമാർത്ഥതയിൽ നടക്കുന്ന ദരിദ്രൻ ഉത്തമൻ. ആരെയെങ്കിലും മൂഢൻ എന്ന് വിളിക്കരുതെന്ന് ക്രിസ്തു നമ്മോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പദം വീണ്ടും വീണ്ടും തൻ്റെ വചനത്തിൽ ഉപയോഗിക്കുന്നതാണ് നാം കാണുന്നത്. വാസ്തവത്തിൽ മനുഷ്യകുലത്തിൽ വളരെയേറെ മൂഢന്മാരുണ്ട് എന്നതാണ് പരമാർത്ഥം. എന്നാൽ നാം ദൈവത്തെ അറിയുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അല്പം കുറവുള്ളവനായി, അതായത് ദരിദ്രനായി ജീവിച്ചാൽ തന്നെ പരമാർത്ഥതയുള്ള ജീവിതമാണെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹമാകുന്നു എന്നത്രേ. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമമാകുന്നു നടക്കുന്നതെന്ന് തോന്നുമോ? മുൻഗണനകൾ നേരെയാക്കുവാൻ ഏതൊരു വിധത്തിലുള്ള മാറ്റങ്ങളാണ് നിങ്ങൾ വാസ്തവത്തിൽ വരുത്തേണ്ടത്? പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവയൊക്കെ. 2-3 വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, പരിജ്ഞാനമില്ലാത്ത മനസ്സ് നന്നല്ല, തത്രപ്പെട്ട് കാൽ വയ്ക്കുന്നവനോ പിഴച്ചു പോകുന്നു. മനുഷ്യൻ്റെ ഭോഷത്വം അവൻ്റെ വഴിയെ മറിച്ചു കളയുന്നു, അവൻ്റെ ഹൃദയമോ യഹോവയോട് മുഷിഞ്ഞു പോകുന്നു. ദൈവമക്കളായിരിക്കുന്നവരും അങ്ങനെ അല്ലാത്തവരും തമ്മിൽ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. സത്യത്തിൻ്റെ പാതയിലായിരിക്കുന്നവരും സ്വന്തം ഇഷ്ടത്തിലും അജ്ഞതയിലും ആയിരിക്കുന്നവരും ഈ രണ്ടാമത്തെ കൂട്ടത്തെ ദൈവം ഭോഷൻ എന്നാണ് വിളിക്കുന്നത്. അനേകരും സഭയിൽ പ്രധാന സ്ഥാനം വഹിക്കുന്നവർ പോലും തങ്ങൾക്ക് ബൈബിൾ ഒന്നും അറിയില്ല എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് മഠേത്തരമാണ്. ബൈബിൾ അറിയാവുന്ന ഏവരും അഭ്യസ്ത വിദ്യരാണ്. അതേസമയം അതിലെ ബോധനം അറിയാൻ പാടില്ലാത്തവർ വാസ്തവത്തിൽ അഭ്യസ്ത വിദ്യരല്ല എന്ന് ഒരു മഹാൻ പറയുകയുണ്ടായി. ഈ പറഞ്ഞത് ലോകം അംഗീകരിക്കില്ല, എങ്കിലും അതാണ് സത്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു വ്യക്തി ദൈവവചനം അറിയുവാൻ പാടില്ലാത്തവനാകുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ അഭ്യസ്ത വിദ്യനല്ല എന്നത്രേ ഞാൻ ചിന്തിക്കുന്നത്. തീർച്ചയായും ദൈവവചനം അറിയേണ്ട വിധം അറിയാത്ത ആർക്കും പക്വതയുള്ളൊരു വ്യക്തിയായി ഇരിക്കുവാൻ സാധ്യമല്ല. ഒരു ദൈവ പൈതലിൻ്റെ സ്വഭാവ ഗുണങ്ങളിൽ ഒന്നാണ് ദൈവവചനത്തിലെ അറിവ്. ഈ വാക്യങ്ങളിൽ പറയുന്നത് അറിയുവാൻ പാടില്ലാത്തതിൽ എടുത്തു ചാടരുത് എന്നാണ്. ശ്രദ്ധിച്ചല്ലോ. ഇനി 4-ാം വാക്യം,
സമ്പത്ത് സ്നേഹിതന്മാരെ വർദ്ധിപ്പിക്കുന്നു, എളിയവനോ കൂട്ടുകാരനോട് അകന്നിരിക്കുന്നു. ധനവാന്മാർക്ക് വളരെയേറെ സ്നേഹിതന്മാർ ഉള്ളതുപോലെ തോന്നും. വീട്ടിൽ ഫ്രിഡ്ജ് നിറയെ സാധനങ്ങളും ആവശ്യത്തിന് കുപ്പികളും വിനോദങ്ങളുമുള്ള അത്രയും സമയം കൂട്ടുകാരും വളരെയാകും എന്നതിൽ സംശയമില്ല. എന്നാൽ ദരിദ്രനായ വ്യക്തിയോട് ചേർന്നിരിക്കുവാൻ ദൈവ പൈതലിനെ ദൈവവചനം പ്രബോധിപ്പിക്കുന്നത് വളരെ ചിന്തിപ്പിക്കുന്നതാണ്. യാക്കോബ് താൻ ലേഖനം എഴുതിയപ്പോൾ പ്രായോഗികമായ വിധത്തിൽ ആരാധനയിലേക്ക് വരുന്നവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കട്ടെ. നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരം ഇട്ടും കൊണ്ട് ഒരുത്തനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും വന്നാൽ നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖേന ഇരുന്നാലും എന്നും ദരിദ്രനോട് അവിടെ നിൽക്ക, അല്ലെങ്കിൽ എൻ്റെ പാദപീഠത്തിങ്കൽ ഇരിക്ക എന്നും പറയുന്നു. നമ്മുടെ മിക്ക ആരാധനാസ്ഥലങ്ങളിലും പാവപ്പെട്ടവന് തൻ്റേതായ പ്രശ്നമുണ്ട് എന്നുള്ള വാസ്തവം നിർഭാഗ്യകരം തന്നെ. ഇത് എങ്ങനെ ദൈവമക്കൾക്ക് അംഗീകരിക്കുവാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പല പള്ളികളും പണക്കാരുടെ ക്ലബ്ബുകളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു സമയത്ത് അവഗണന അനുഭവിച്ചവർ പിന്നീട് പണമുണ്ടാകുമ്പോൾ ഇതങ്ങ് മറന്നുപോകുന്നു എന്നതാണ് എനിക്ക് ആശ്ചര്യകരമായി തോന്നാറുള്ളത്. ഇതിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ പറയുവാൻ പോയാൽ അതിനേ സമയം കാണും. നൂറ്റാണ്ടുകളായി മനുഷ്യ സ്വഭാവം മാറിയിട്ടില്ല. പഴയ സ്വഭാവം ഇന്നും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് അവഗണന അനുഭവിക്കുന്ന ആളുകൾ നാളെ മറ്റുള്ളവരെ അവഗണിക്കുന്നു. എളിയവനോ കൂട്ടുകാരനോട് അകന്നിരിക്കുന്നു എന്ന് നാം വായിച്ചു. താങ്കൾ പാവപ്പെട്ടവനാകുന്നു എന്ന് കാണുമ്പോൾ അവർക്ക് താങ്കളെ വേണ്ട. എത്ര അവജ്ഞയോടെയാകുന്നു അങ്ങനെയുള്ളവരെ നോക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ക്രിസ്തീയ സഭകളിൽ നിന്നെങ്കിലും അത് മാറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നില്ലേ? ഇനിയും 5-ാം വാക്യം, കള്ളസാക്ഷിക്ക് ശിക്ഷ വരാതിരിക്കില്ല, ഭോഷ്ക്ക് നിശ്വസിക്കുന്നവൻ ഒഴിഞ്ഞു പോകുകയുമില്ല. 9-ാമത്തെ വാക്യത്തിലെ ഏകദേശം ഇതേ പ്രസ്താവനയാണ് നാം കാണുന്നത്. അവിടെ നാം വായിക്കുന്നു, കള്ളസാക്ഷിക്ക് ശിക്ഷ വരാതിരിക്കുകയില്ല, ഭോഷ്ക്ക് നിശ്വസിക്കുന്നവൻ നശിച്ചു പോകും. കള്ളസാക്ഷി ഒഴിഞ്ഞു പോകുകയില്ല, അവനെ കണ്ടുപിടിക്കും. അവൻ പറഞ്ഞ കാര്യത്തിൽ അവൻ പിടിക്കപ്പെടും. അത് മാത്രമല്ല, അവൻ നശിച്ചു പോകുവാൻ പോകുകയാണ്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ഇത് കർത്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിൻ്റെ കാര്യത്തിൽ ആഹാബും ഈസബേലും കാണിച്ച വിക്രിയകളാകുന്നു ഇവിടെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത്. അതിൻ്റെ രേഖ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 21-22 അധ്യായങ്ങളിൽ നാം കാണുന്നുണ്ട്. ആഹാബ് രാജാവിൻ്റെ ആഗ്രഹം അനുസരിച്ച് നാബോത്ത് തൻ്റെ മുന്തിരിത്തോട്ടം രാജാവിന് കൈമാറുകയില്ല എന്ന് വന്നപ്പോൾ കള്ളസാക്ഷികളെ നിരത്തി നാബോത്തിനെതിരെ തെറ്റായ ആരോപണങ്ങൾ നൽകി നാബോത്തിനെ കല്ലെറിഞ്ഞു കൊന്നു. ഈ കുറ്റകൃത്യത്തിൽ താൻ പിടിക്കപ്പെടാതെ രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, തൻ്റെ ആവശ്യം സാധിക്കുകയും ചെയ്തു എന്നാണ് ആഹാബ് ചിന്തിച്ചത്. എന്നാൽ ഏലിയാവ് ആഹാബിനെ നേരിട്ട് അവനോട് പറഞ്ഞത്, നാബോത്തിൻ്റെ നിഷ്കളങ്കമായ രക്തം വീണ സ്ഥലത്ത് തന്നെ നായ്ക്കൾ ആഹാബിൻ്റെ രക്തം നക്കും എന്നത്രേ. സംഭവിച്ചതെന്തെന്നാൽ ആഹാബ് ആരാമിനെതിരെ യുദ്ധത്തിന് പുറപ്പെട്ടു. യഹോശാഫാത്തായിരുന്നു അവന് കൂട്ടുണ്ടായിരുന്നത്. യഹൂദ രാജാവായിരുന്ന യഹോശാഫാത്തും ചെയ്തത് തെറ്റായിരുന്നു. ആഹാബ് യഹോശാഫാത്തിനെ രാജവസ്ത്രമൊക്കെ ധരിപ്പിച്ച് മുൻപിൽ രഥത്തിലാക്കിയിട്ട് താൻ ഒരു സാധാരണ പടയാളിയുടെ വസ്ത്രം ധരിച്ച് യുദ്ധത്തിൽ നിന്നും അങ്ങനെ മാറി നിന്നു. ഇങ്ങനെ ചെയ്യുന്നതിനാൽ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാമെന്നാണ് ആഹാബ് ചിന്തിച്ചത്. എന്നാൽ ശത്രുപക്ഷത്തെ പടയാളികളിൽ ഒരാൾ പ്രത്യേകിച്ച് ഉന്നം വയ്ക്കാതെ എയ്ത ഒരു അമ്പ് എങ്ങും പിഴയ്ക്കാതെ ആഹാബിൻ്റെ മേൽ തറച്ചു. അവൻ ഒരു പന്നിയെപ്പോലെ പിടഞ്ഞ് രക്തം ചീന്തി മരിച്ചു. മുറിവിൽ നിന്നും ചീറ്റിയ രക്തം രഥത്തിൽ വീണു. നാം വായിക്കുന്നത്, രഥം ശമരിയിലെ കുളത്തിൽ കഴുകിയപ്പോൾ യഹോവ കൽപ്പിച്ചിരുന്ന വചനപ്രകാരം നായ്ക്കൾ അവൻ്റെ രക്തം നക്കി. വേശ്യാസ്ത്രീകളും അവിടെ കുളിച്ചു. എത്ര ഭയാനകമാകുന്നു! തെറ്റ് ചെയ്തിട്ട് പിടിക്കപ്പെടില്ല എന്ന് ചിന്തിച്ച് നടക്കുന്ന ഓരോരുത്തർക്കുമുള്ള മുന്നറിയിപ്പാണ് ബൈബിളിൽ മുഴുവൻ കാണുവാൻ സാധിക്കുന്നത്.
യാതൊരുത്തർക്കും അങ്ങനെ സംഭവിക്കുവാൻ ഇടവരരുതേ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. എത്ര ശോചനീയമായിട്ടുള്ള ഒരു അന്ത്യമില്ലേ? എന്നാൽ സുഹൃത്തെ, ബോഷ്ക് പറയുന്നതും കള്ളത്തരം സാക്ഷിക്കുന്നതും ഏഷണി പറയുന്നതുമൊക്കെ ദൈവദൃഷ്ടിയിൽ വാസ്തവത്തിൽ ഭയാനകമാണ്. മറക്കരുത്, ദൈവം അവയെ വെറുക്കുന്നു. നാം പലപ്പോഴും സൗകര്യപൂർവ്വം ഈ പാപം ചെയ്യാറുണ്ട്. എന്നാൽ ദൈവം എത്രമാത്രം വെറുക്കുന്ന പാപമാണ് ഇതെന്നോർക്കണം. കള്ളസാക്ഷിക്ക് ശിക്ഷ വരാതിരിക്കുകയില്ല. ഭോഷ്ക് നിശ്വസിക്കുന്നവൻ ഒഴിഞ്ഞു പോവുകയുമില്ല. ഈ കാര്യം നാം വായിച്ചു വിടുക മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ തറച്ചിറങ്ങേണ്ടതായ ഒരു യാഥാർത്ഥ്യമാകുന്നു ഇത്. നാം അറിയാതെ ചെയ്യുന്നു എന്ന് ചിന്തിക്കുന്നതായ ഈ വലിയ പാപം ഇനിമേൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയും നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് അതിനായി സമർപ്പിക്കുകയും ചെയ്യണം. 6-ാം വാക്യം നമുക്കൊരുമിച്ച് വായിക്കാം. പ്രഭുവിൻ്റെ പ്രീതി സമ്പാദിപ്പാൻ പലരും നോക്കുന്നു, ദാനം ചെയ്യുന്നവന് ഏവനും സ്നേഹിതൻ. അധികാരസ്ഥാനത്തിരിക്കുന്ന ആളിൻ്റെ പ്രീതി സമ്പാദിപ്പാൻ എല്ലാവരും പരിശ്രമിക്കുന്നു. ഇതൊരു സാധാരണ കാര്യമാണ്. ദാനം ചെയ്യുന്നവൻ ഏവനും സ്നേഹിതൻ, അത് തീർച്ചയായും വാസ്തവമാണ്. സമ്മാനങ്ങൾ കൊടുക്കുന്ന അത്രയും കാലം ഒരു മനുഷ്യന് ആവശ്യം പോലെ സ്നേഹിതന്മാർ ഉണ്ടാകും. അതിന് നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് പ്രയാസം എന്ന് മാത്രം. 7-ാം വാക്യം നോക്കിക്കാട്ടെ. ദരിദ്രൻ്റെ സഹോദരന്മാരെല്ലാം അവനെ പകയ്ക്കുന്നു, അവൻ്റെ സ്നേഹിതന്മാർ എത്രയധികം അകന്നു നിൽക്കും. അവൻ വാക്ക് തിരയുമ്പോഴേക്ക് അവരെ കാണുവാനില്ല. പകയ്ക്കുക എന്ന് പറഞ്ഞാൽ വെറുക്കുന്ന ആ സ്വഭാവത്തെക്കുറിച്ചല്ല, പിന്നെയോ അവനുമായി യാതൊന്നും ചെയ്യുവാനില്ലാത്ത സ്ഥിതി എന്ന അർത്ഥത്തിലാണ്. അവനെ അവഗണിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും കുറെ കൂടി ശരി. ഉദാഹരണം വളരെയേറെ പറയാനുണ്ട്. വളരെയേറെ പണമുള്ള അച്ചായനും കൊച്ചമ്മയും സിറ്റ് ഔട്ടിലിരിക്കുമ്പോഴാണ് ദൂരെ നിന്നും തങ്ങളുടെ ഒരു ബന്ധു വരുന്നത് കാണുന്നത്. സാധാരണ അയാൾ വരുമ്പോഴൊക്കെ എന്തെങ്കിലും സഹായം അഭ്യർത്ഥിക്കാറുണ്ട്. അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിലിരിക്കുന്ന ഒരു മനുഷ്യനാണ്, പാവപ്പെട്ടവനാണ്. ഏതായാലും അയാൾ വരുന്നത് കണ്ട് അച്ചായനും കൊച്ചമ്മയും പെട്ടെന്ന് വീട്ടിൽ കയറി അവർ അവിടെ ഇല്ലാത്തതുപോലെ കാര്യങ്ങൾ ക്രമീകരിച്ചു. എന്നിട്ട് വേലക്കാരനോട് പറഞ്ഞു, ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞേക്കാൻ. അതല്ല എങ്കിൽ വഴിയിൽ വെച്ച് അത്ര പണമില്ലാത്ത ഒരാളെ കണ്ടാൽ ഒഴിഞ്ഞു പോകുവാനുള്ള നമ്മുടെ പലപ്പോഴുമുള്ള ശ്രമം, അതത്ര ഇവിടെ പക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒഴിഞ്ഞു മാറുക. ദരിദ്രൻ ഈ ലോകത്തിൽ അത്ര ഭംഗിയായി ശോഭിക്കാറില്ല എന്ന് ചുരുക്കം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി തങ്ങൾ എന്താണ് ചെയ്യുവാൻ പോകുന്നതെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അധികാരത്തിൽ വരുന്നവരെ നാം ഇപ്പോഴും കാണാറുണ്ട്. അവരൊക്കെ വാസ്തവത്തിൽ കൂടുതൽ നികുതികൾ മാത്രമാണ് അടിച്ചേൽപ്പിക്കുന്നത്. ആർക്കും പരിഹരിക്കുവാൻ കഴിയാത്തതുപോലെ പ്രശ്നങ്ങൾ തലയ്ക്ക് മീതെ പൊങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നാം ലോകത്തിൽ കാണുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ യാതൊരു മനുഷ്യനാലും സാധിക്കില്ല എന്നൊരവസ്ഥയിൽ നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും അങ്ങനെയാണ്. എന്തു ചെയ്യാൻ കഴിയും? ഇന്ന് നമുക്ക് എന്താണ് ആവശ്യമെന്നറിയാമോ? നമ്മെ ദൈവത്തിലേക്ക് തിരികെ വിളിക്കുവാൻ കഴിവുള്ള രാഷ്ട്രീയ നേതാക്കളെയാണ് നമുക്കിന്ന് ആവശ്യം, ഭരണാധികാരികളെ. ഞാൻ പറയുന്നത് അസാധ്യമായതിനാൽ ഒരുപക്ഷെ നിങ്ങൾ ചിരിച്ചെന്ന് വന്നേക്കാം. എന്നാൽ ഇന്നത്തെ ആവശ്യം അതല്ലേ? നോക്കൂ, ലോകത്തിൻ്റെ ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് എൻ്റെ കയ്യിൽ പരിഹാരമൊന്നുമില്ല. നമുക്ക് ഉത്തരത്തിനായി ദൈവത്തിങ്കിലേക്ക് തിരിയാം. നമുക്കവനെ അന്വേഷിക്കാം, അവനെ സേവിക്കാം, അവനോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന ഭരണകർത്താക്കളാണ് ഇന്ന് ആവശ്യം. എന്നാൽ അത് അസംഭവ്യമാണെന്ന് ചിന്തിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. സഭകളിൽ ഇന്നത് സംഭവ്യമല്ലെങ്കിൽ പിന്നെ രാഷ്ട്രത്തിൻ്റെ കാര്യം പറയേണ്ടതുണ്ടോ? നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനായി നാം എല്ലാം ചെയ്തു നോക്കി. അങ്ങനെയെങ്കിൽ ഒരു മാറ്റത്തിനായി ദൈവത്തെ കൂടി പരീക്ഷിച്ച് നോക്കരുതോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ദൈവം പറയുന്നത് ശ്രദ്ധിക്കുന്നെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യം. നാം ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് അവൻ പറയുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഞാൻ വായിക്കുന്നത് 13-ാം വാക്യമാണ്. എടുത്താട്ടെ 13-ാം വാക്യം. മൂഢനായ മകൻ അപ്പന് നിർഭാഗ്യം, ഭാര്യയുടെ കലമ്പൽ തീരാത്ത ചോർച്ച പോലെ.
ഈ വിഷയത്തെക്കുറിച്ച് നാം ഒടുവിലായി കണ്ട സദൃശവാക്യം പറഞ്ഞത് ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു എന്നത്രേ. ഓർക്കുന്നല്ലോ. അതായത് തൻ്റെ മറ്റേ പകുതി കണ്ടെത്തുന്നതിനെക്കുറിച്ചാണ്, അല്ലെങ്കിൽ തൻ്റെ തുണയെ കണ്ടെത്തുന്നതിനെക്കുറിച്ചാണ് നാം ഇതിനു മുൻപ് വായിച്ചത്. അവൾ ഭർത്താവിനൊരു ദാസിയായിരിക്കേണ്ടതില്ല, ഭാര്യ ഭർത്താവിനെ അനുസരിക്കേണ്ടതുണ്ട് എന്ന ആശയം മനുഷ്യർക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഭർത്താവ് ശരിയായ വിധത്തിലുള്ള മനുഷ്യനാകുന്നുവെങ്കിൽ ഭാര്യ തന്നെ തൻ്റെ ഭർത്താവിന് വിധേയപ്പെടുത്തേണ്ടതുണ്ട്. എന്നാൽ അയാൾ അങ്ങനെ കൊള്ളാവുന്ന വ്യക്തി അല്ല എങ്കിൽ അവന് കീഴടങ്ങുവാൻ ദൈവം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ എങ്ങും കുടുംബ വഴക്കുണ്ടാക്കുവാൻ ശ്രമിക്കുകയല്ല കേട്ടോ. ഭാര്യ ഭർത്താവിന് കീഴടങ്ങുന്ന നിർദ്ദേശം ക്രിസ്തീയ കുടുംബവുമായുള്ള ബന്ധത്തിൽ മാത്രമാണ് ഞാൻ കാണുന്നത്. അവിടെ മാത്രമേ അത് പ്രായോഗികമാകുകയുള്ളൂ. കള്ള് കുടിച്ചിട്ട് വന്ന് ഇടിക്കുന്ന ഭർത്താവ് പറയുന്നതെല്ലാം ഭാര്യ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. അയാളെ ക്രിസ്തുവിങ്കിലേക്ക് നേടുവാൻ കീഴടങ്ങുന്നത് കൊണ്ട് കുഴപ്പമില്ല. അത് സാമാന്യ ബുദ്ധി മാത്രം. ഞാൻ ദൈവവചനത്തിലെ കൽപ്പനയെക്കുറിച്ചാണ് പറയുന്നത്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവിന് ഭാര്യ തീർച്ചയായും കീഴ്പ്പെട്ടിരിക്കും എന്ന കാര്യത്തിൽ എന്താണ് സംശയം? ഇവിടെ നാം വായിച്ച ഈ സദൃശവാക്യം ഒരു ദുഃഖകരമായ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും ചിരിപ്പിക്കുന്ന ഒരു സദൃശവാക്യമാണ്. മൂഢനായ ഒരു മകനും എപ്പോഴും വഴക്കിടുന്ന ഭാര്യയുമുള്ള ഒരു ഭർത്താവിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. അവൻ എപ്രകാരത്തിലുള്ള ഒരു ഭവനത്തിലാണ് ജീവിക്കുന്നത് എന്ന് താങ്കൾക്ക് ഊഹിക്കാം. ഞാൻ ചിന്തിക്കുന്നത് ഈ മൂഢനായ മകനും വഴക്കാളിയായ ഭാര്യയും എല്ലാ വിധത്തിലും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത്രേ. അതുകൊണ്ടാണ് ശരിയായ വിധത്തിലുള്ള ഭാര്യയെ കിട്ടുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കുന്നത്. പലരും കല്യാണം ആലോചിക്കുമ്പോൾ ഇതേക്കുറിച്ച് ചിന്തിക്കാറില്ല. എല്ലാം കഴിയുമ്പോഴാണ് ആകെ ബുദ്ധിമുട്ടിൽ ചെന്ന് ചാടുന്നത്. മൂഢനായ ഒരു മകനും വഴക്കാളിയായ ഒരു ഭാര്യയുമായി ജീവിക്കുവാനായിട്ടുള്ള ശ്രമം ഞാൻ അതേക്കുറിച്ച് വിവരിക്കേണ്ടതില്ലല്ലോ. 14-ാം വാക്യം, ഭവനവും സമ്പത്തും പിതാക്കന്മാർ വച്ചേക്കുന്ന അവകാശം, ബുദ്ധിയുള്ള ഭാര്യയോ യഹോവയുടെ ദാനം. താങ്കളുടെ ഭാര്യ നല്ല സ്ത്രീയാകുന്നുവെങ്കിൽ താങ്കൾക്ക് അവളെ ലഭിച്ചത് കർത്താവെങ്കിൽ നിന്നുമാകുന്നു. അവൾക്കായി താങ്കൾ ദൈവത്തെ സ്തുതിക്കേണ്ടതുണ്ട്. താങ്കൾ എപ്പോഴെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? താങ്കൾക്ക് ലഭിച്ച നല്ല ഭാര്യയ്ക്കായി ദൈവത്തെ സ്തുതിക്കുക. കാരണം ദൈവമാണ് അവളെ താങ്കൾക്ക് നൽകിയത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ യുവാവേ, ഇത് താങ്കൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നില്ലേ? താങ്കൾക്കൊരു നല്ല ഭാര്യയെ ആവശ്യമുണ്ടോ? പെണ്ണിൻ്റെ അപ്പനല്ല നല്ല ഭാര്യയെ നൽകുന്നത്. പല അപ്പന്മാർക്ക് ഈ പറഞ്ഞ പെൺകുട്ടികളെ എങ്ങനെങ്കിലും ഒന്ന് ഇറക്കി വിടണമെന്നേ ഉള്ളൂ. എന്നാൽ നമ്മുടെ സ്വർഗീയ പിതാവാണ് തൻ്റെ അധികാരത്തിൽ ഓരോരുത്തർക്ക് നൽകുവാനായി അനേകം നല്ല പുത്രിമാരെ കരുതി വച്ചിരിക്കുന്നത്. അവനുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. ശരിയായ വ്യക്തിയിലേക്ക് അവൻ താങ്കളെ നയിക്കും. ശരിയായ ഭാര്യയെ താങ്കൾക്ക് നൽകുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഇത് വളരെ പ്രായോഗികമായ ഒരു സദൃശവാക്യമാകുന്നു. ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എത്ര അർത്ഥവത്താകുന്നു എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ ഇനി 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുവാൻ പോകുകയാണ്. 18 വരെ വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. മടി ഗാഢനിദ്രയിൽ വീഴിക്കുന്നു, അലസചിത്തൻ പട്ടിണി കിടക്കും. കൽപ്പന പ്രമാണിക്കുന്നവൻ പ്രാണനെ കാക്കുന്നു, നടപ്പ് സൂക്ഷിക്കാത്തവനോ മരണശിക്ഷ അനുഭവിക്കും. എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു, അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും. പ്രത്യാശയുള്ളിടത്തോളം നിന്റെ മകനെ ശിക്ഷിക്കുക, എങ്കിലും അവനെ കൊല്ലുവാൻ തക്കവണ്ണം ഭാവിക്കരുത്. കുട്ടികൾ ചെറുപ്പമായിരിക്കുമ്പോൾ ശിക്ഷണം ആരംഭിക്കണം. അധികം താമസിക്കുവാൻ കാത്തിരിക്കരുത്. 50 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന ഒരു ഭാര്യയും ഭർത്താവും ഇപ്രകാരം പറഞ്ഞു: ഞാനും എൻ്റെ ഭാര്യയും അടുത്തിടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. അതോർത്ത് ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു.
എന്നാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ നഷ്ടപ്പെട്ടു. ഞങ്ങൾ പിശാചിനെ പോലെ ജീവിച്ചു. അത് ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ മക്കളിൽ കാണുന്നു. ശരിയായ പരിശീലനം മക്കൾക്ക് കൊടുക്കുവാൻ അവർ വളരെയേറെ സമയം കാത്തിരുന്നു. സമയം വെറുതെ കളഞ്ഞു. കുട്ടികൾ വളരെ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ ശിക്ഷണം ആരംഭിക്കുക. ശിക്ഷയല്ല, ശിക്ഷണം, ഡിസിപ്ലിൻ. താങ്കൾ അടിച്ചു എന്നതിനാൽ കുട്ടി കരയുമ്പോൾ അതോർത്ത് ഭാരപ്പെടേണ്ടതില്ല. തൻ്റെ കുട്ടിയോട് ഇടപെടുന്ന വിധത്തിൽ എല്ലാ പിതാക്കന്മാർക്കും വളരെ സൂക്ഷ്മത ആവശ്യമാണ്. മാതാക്കൾക്കും തൻ്റെ കുഞ്ഞുങ്ങളോടുള്ള ഇടപെടലിൽ മൃഗീയമാകുവാൻ യാതൊരു പിതാവിനും മാതാവിനും അവകാശമില്ല. ശിക്ഷണത്തിൽ കൊണ്ടുവരുന്നു എന്നതിൽ ഭയപ്പെടേണ്ടതില്ല. അതേസമയം ഒരു മൃഗീയമായ ശിക്ഷ ഒരിക്കലും അനുവദിച്ചുകൂടാ. മൃഗീയത കുട്ടിയെ എല്ലാ വിധത്തിലും നശിപ്പിക്കുകയും അവൻ്റെ താല്പര്യത്തെ കെടുത്തിക്കളയുകയും ചെയ്യും. പലരും കുട്ടികളെ അടിക്കുന്നത് തങ്ങളുടെ ദേഷ്യം തീർക്കാനാണ്. എത്ര മോശമായിട്ടാണ് പലരും കുട്ടികളെ ശിക്ഷിക്കുന്നത്. എന്നിട്ട് അവർ വേദവാക്യത്തിൻ്റെ മറവിൽ രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയും ചെയ്യും. ദൈവമക്കൾക്ക് ദൈവം വളരെ വ്യക്തമായ കൽപ്പനകൾ നൽകിയിട്ടുണ്ട്. മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുവാൻ അവൻ മക്കളോട് കൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ തുടർന്ന് അവൻ പിതാക്കന്മാരോട് പറയുന്നത്, പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ പ്രകോപിപ്പിക്കരുത് എന്നത്രേ. താങ്കൾ കോപിച്ചിരിക്കുമ്പോൾ അവരുടെ മേൽ ശിക്ഷണം അടിച്ചേൽപ്പിക്കരുത്. താങ്കൾ കോപിച്ചിരിക്കുകയാണെന്നും താങ്കളുടെ കോപവും മറ്റ് ആരാണ്ടോടോ തീർക്കുവാനുള്ള ഈർഷ്യയും കുട്ടികളുടെ മേൽ ചൊരിയുകയാണെന്നും കുഞ്ഞുങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കും. നിങ്ങൾ മനസ്സിലാക്കുന്നതിന് മുൻപേ മനസ്സിലാക്കും. ആ സമയത്ത് താങ്കൾ വളരെ ശക്തമായി ശിക്ഷിച്ചു എന്ന് വന്നേക്കാം. വാസ്തവത്തിൽ അത് മൃഗീയമാകാം. എന്നാൽ കൽപ്പന അവരെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുക എന്നാണ്. അതെത്ര യഥാർത്ഥമായ ശിക്ഷണമാകും. ഇനി 21-ാം വാക്യം എടുത്താട്ടെ. മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട്, യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും. മനുഷ്യൻ അനേകം വിശദീകരണങ്ങൾ കൊണ്ടും പരിഹാരങ്ങൾ കൊണ്ടും നിങ്ങളുടെ അടുത്ത് വന്നെന്നിരിക്കും. എന്നാൽ താങ്കൾക്ക് യഥാർത്ഥ ഉപദേശം നൽകുവാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ്, ദൈവത്തിൻ്റെ വചനത്തിനാണ്. മനുഷ്യനൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കുവാൻ കഴിയും, എന്നാൽ അതിനകത്ത് ഏതെങ്കിലും വിധത്തിലുള്ള അർത്ഥം ദൈവത്തിന് മാത്രമേ നൽകുവാൻ കഴിയൂ. 22-ാം വാക്യം. മനുഷ്യൻ തൻ്റെ മനസ്സുപോലെ ദയ കാണിക്കും, ഭോഷ്ക് പറയുന്നവനേക്കാൾ ദരിദ്രൻ ഉത്തമൻ. ഇത് വിചിത്രമായ ഒരു സദൃശവാക്യമാകുന്നു. ഒരു മനുഷ്യനെ ആകർഷകമാക്കി തീർക്കുന്നത് അയാളുടെ ദയയാകുന്നു, മറ്റുള്ളവരോട് കാണിക്കുന്ന ദയ. അങ്ങനെയുള്ള എത്ര ആളുകളെ നിങ്ങൾക്കറിയാം? അവർ ദയയുള്ളവർ, ഔദാര്യ മനസ്കർ, സ്നേഹമുള്ളവരാകുന്നു. ഇവിടെ ദരിദ്രനായ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. കള്ളം പറഞ്ഞ് പണമുണ്ടാക്കുവാനും പേരും പെരുമയും ഉണ്ടാക്കുവാനും ശ്രമിക്കുന്നതിനേക്കാൾ ഇതൊന്നും ഇല്ലാതിരിക്കുന്നതാണ് ഉത്തമം. ദരിദ്രനായിരുന്നാലും കള്ളം പറയാതിരിക്കണം. ദൈവം തൻ്റെ സമയത്തെല്ലാം നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കും. 23-ാം വാക്യം. യഹോവ ഭക്തി ജീവഹേതുവാകുന്നു, അതുള്ളവൻ തൃപ്തനായി വസിക്കും, അനർത്ഥം അവന് നേരിടുകയുമില്ല. യഹോവ ഭക്തിയെക്കുറിച്ച് ഇതാ ഇവിടെ വീണ്ടും പറയുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സംതൃപ്തിയോടെ വിശ്രമിക്കാവുന്നതാണ് അങ്ങനെയുള്ളവർക്ക്. താങ്കൾ അവനെ കൈക്കൊണ്ട് അവങ്കിലേക്ക് നോക്കി അവനെ അനുഗമിക്കുന്നു. ഇപ്പോൾ താങ്കൾക്ക് സംതൃപ്തിയോടെ വിശ്രമിക്കാവുന്നതാണ്. എല്ലാം ഉണ്ടെങ്കിൽ തന്നെ സ്വസ്ഥതയില്ലാത്ത ജീവിതം എത്ര ഭയാനകമാണ്. സംതൃപ്തിയാണ് ഏറ്റവും ആവശ്യം. അത് യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ലഭിക്കൂ. 24-ാം വാക്യം. മടിയൻ തൻ്റെ കൈ തളികയിൽ പൂത്തുന്നു, വായിലേക്ക് തിരികെ കൊണ്ടുവരികയില്ല. ഇതും ഫലിത രൂപേണയുള്ള ഒരു സദൃശവാക്യമാകുന്നു. ഭക്ഷണം കഴിക്കുന്നതിനായി കൈ പാത്രത്തിലിടുന്നു, എന്നാൽ അത് വാരി ഭക്ഷിക്കുവാൻ അവന് മടിയാണ്. കുഴി മടിയൻ എന്നൊക്കെ പറയത്തില്ലേ? നിർഭാഗ്യവശാൽ നാം ഇത് ആത്മീയ ഗോളത്തിൽ കാണുന്നുണ്ട്. വിചിത്രമാണല്ലേ? ദൈവവചനമാകുന്നു നമ്മുടെ ആത്മീയാഹാരം. ദൈവവചനം കൊണ്ട് നടക്കുമെങ്കിലും അത് തുറന്നു വായിക്കാത്ത അനേകരെ എനിക്കറിയാം.
25 മുതലുള്ള വാക്യങ്ങൾ കൂടി. പരിഹാസിയെ അടിച്ചാൽ അല്പബുദ്ധി വിവേകം പഠിക്കും, ബുദ്ധിമാനെ ശാസിച്ചാൽ അവൻ പരിജ്ഞാനം പ്രാപിക്കും. അപ്പനെ ഹേമിക്കുകയും അമ്മയെ ഓടിച്ചു കളയുകയും ചെയ്യുന്നവൻ ലജ്ജയും അപമാനവും വരുത്തുന്ന മകനാകുന്നു. മകനെ, പരിജ്ഞാനത്തിൻ്റെ വചനങ്ങളെ വിട്ടുമാറേണ്ടതിനുള്ള ഉപദേശം കേൾക്കുന്നത് മതിയാക്കുക. നിസാര സാക്ഷി ന്യായത്തെ പരിഹസിക്കുന്നു, ദുഷ്ടന്മാരുടെ വായ അകൃത്യത്തെ വിഴുങ്ങുന്നു. പരിഹാസികൾക്കായി ശിക്ഷാവിധിയും മൂഢന്മാരുടെ മുതുകിന് തല്ലും ഒരുങ്ങിയിരിക്കുന്നു. ന്യായവിധി വരുന്നു എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നത്. കുറ്റക്കാരോട് ദൈവം ശാന്തമായി ഇടപെടുന്നു എന്ന് ചിന്തിക്കരുത്. പാപത്തിൻ്റെ രസം ഒരു കാലയളവിലേക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ പാപത്തിൻ്റെ ശമ്പളം നിത്യത വരെ നിൽക്കും. എത്ര വിലപ്പെട്ട ചിന്തകളാണ് ദൈവവചനം നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ വചനം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എളിയവരോടും ദരിദ്രരോടുമുള്ള ദൈവത്തിൻ്റെ മനോഭാവം വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യമാകുന്നു. കർത്താവും അവിടുത്തെ ശിഷ്യന്മാരും ദരിദ്രരെ അവഗണിച്ചില്ല എന്ന് മാത്രമല്ല, ദരിദ്രരെ മറന്നുപോകരുതെന്ന് വളരെ ഊന്നൽ കൊടുത്ത് പഠിപ്പിക്കുകയും ചെയ്തു. സങ്കീർത്തനക്കാരൻ അതിൻ്റെ 41 അധ്യായത്തിൽ പറയുന്നത് ശ്രദ്ധിക്കുക. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും. അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. അവൻ്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് അങ്ങവനെ ഏൽപ്പിക്കുകയില്ല. യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും. ദീനത്തിൽ അങ്ങവൻ്റെ കിടക്കയെല്ലാം മാറ്റിവിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 41 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. ദൈവം നമ്മെ ഉപദേശിക്കുന്നത് നമ്മുടെ തന്നെ അനുഗ്രഹത്തിന് വേണ്ടിയാകുന്നു, നമ്മുടെ തന്നെ നന്മയ്ക്ക് വേണ്ടിയാകുന്നു. കേട്ട് അനുസരിച്ച് നന്മ പ്രാപിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.